നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ഉയർത്ത കർത്താവിൻ്റെ ആദ്യ പ്രത്യക്ഷത മഗ്ദലക്കാരത്തി മറിയയ്ക്ക്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, അവൻ ആഴ്ചവടത്തിന്റെ 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മഗ്ദലക്കാരത്തി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അവൾ ചെന്ന് അവനോടുകൂടെ ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ട് ഇരിക്കുന്നവരോട് അറിയിച്ചു. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മുൻപ് 7 ഭൂതങ്ങൾ ബാധിച്ചിരുന്ന മഗ്ദലക്കാരത്തി മറിയ എന്ന സ്ത്രീക്ക് ആയിരുന്നു. അത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നൊന്ത് പ്രസവിച്ച മാതാവ് യെരുശലേമിലുണ്ട്. തൻ്റെ അമ്മ മറിയാമിനല്ലേ യേശു ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടത്. തൻ്റെ സഹോദരൻ യാക്കോബ് യെരുശലേമിലുണ്ട്. അനുജനല്ലേ ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടത്. തന്നോടുകൂടെ 3.5 വർഷം ഉറങ്ങിയും കഴിഞ്ഞ ശിഷ്യന്മാരവിടെയുണ്ട്. അവർക്കല്ലേ ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ അവർക്കൊന്നുമല്ല. നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യേശു സമൂഹത്തിലെ ഏറ്റവും നിന്ദിതയായിരുന്ന, സുബോധമറ്റ് കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീക്കാണ് യേശു പ്രത്യക്ഷപ്പെട്ടത്. യേശു അവളെ സൗഖ്യമാക്കിയിരുന്നു. യേശുവിൻ്റെ തിരുപ്പിറവി മുതൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു വ്യത്യസ്തത കാണാൻ കഴിയും. കാരണം സ്വർഗത്തിൻ്റെ ദൈവം മനുഷ്യനായി പിറന്ന കാര്യം ആദ്യം ദൈവം അറിയിച്ചത്, അല്ലെങ്കിൽ ദൂതന്മാർ ചെന്നറിയിച്ചത് ആട്ടിടയന്മാരെയാണ്. ആട്ടിടയന്മാരെ കുറിച്ച് നമുക്കറിയാം. വീടുമായി വലിയ ബന്ധമില്ല, നല്ല വസ്ത്രമില്ല, നല്ല ഭക്ഷണമില്ല, നല്ല വെള്ളം പോലും കുടിക്കാനില്ല. പിന്നെ അവര് ഈ ആടുകളോട് കൂടെയാണ് രാപകൽ കഴിയുക, ഉറക്കമില്ല. അങ്ങനെയുള്ള സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ ആണ് ദൂതന്മാർ ചെന്ന് യേശു ജനിച്ച കാര്യം അറിയിച്ചത്. അവരാണ് ആ പുൽത്തൊട്ടിലിൽ വന്ന് യേശുവിനെ കണ്ട് നമസ്കരിച്ചതും യേശുവിനെ കുറിച്ച് സാക്ഷിച്ചതും. അതുപോലെ യേശു നസറത്തിലെ പള്ളിയിൽ താൻ ആദ്യം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ പിതാവായ ദൈവനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ്. യേശു കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളത്തെ വീഞ്ഞാക്കി. യേശു ചെയ്ത ആദ്യ അത്ഭുതം അതായിരുന്നു. അതൊരു ദരിദ്ര വീട്ടിലാണ്. ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാൻ മാർഗമില്ലാതിരുന്ന ഒരു ദരിദ്ര വീട്ടിലായിരുന്നു യേശു ആദ്യത്തെ അത്ഭുതം ചെയ്യുവാൻ ഇടയായത്. ഇനി നമുക്ക് യേശുവിൻ്റെ കുരിശുമരണത്തെ ശ്രദ്ധിച്ചാൽ, ആദ്യം യേശു പർദീസയിലേക്ക് കൊണ്ടുപോയത് ആരെയാണ്? ഒരു കള്ളനെയാണ്. ആ കുരിശിൽ വെച്ച് മാനസാന്തരപ്പെട്ട ആ കള്ളനുമായിട്ടാണ് യേശു സ്വർഗത്തിലേക്ക് പോകുന്നത്. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്നാണ് യേശു അവനോട് പറഞ്ഞത്. ഇവിടെ യേശു ഉയർത്ത ശേഷം തീർച്ചയായിട്ടും തൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. തന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഉറക്കളച്ചിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കാർക്കുമല്ല യേശു പ്രത്യക്ഷപ്പെട്ടത് 7 ഭൂതങ്ങൾ ബാധിച്ച് ഒരു ലക്കും ലഗാനും ഇല്ലാതെ നിന്ദതയായിട്ട് നിസ്സാരക്കാരിയായി ജീവിച്ചിരുന്ന ഭൂതബാധിതയായ മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ്. ചില ആളുകൾ ഈ മഗ്ദലക്കാരത്തി മറിയ വേശ്യയായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അല്ല, അവളൊരു രോഗിയായിരുന്നു, ഒരു മാനസിക രോഗി ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, മറിയാമിന്, അതായത് യേശുവിൻ്റെ അമ്മ മറിയാമിനെ കുറിച്ച് ചെല്ലു പറയുന്നത് മറിയാം സഹരക്ഷക ആണെന്നാണ്. അങ്ങനെ സഹരക്ഷകയുടെ ആവശ്യമുണ്ടെങ്കിൽ, സഹരക്ഷക ആയിരുന്നെങ്കിൽ യേശു ഉയർത്ത ശേഷം ആ മറിയാമിന് തൻ്റെ മാതാവിന് വേണ്ടി പ്രത്യക്ഷപ്പെടാൻ അല്ല. യേശു അങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങൾക്കൊന്നും അല്ല വില നൽകുന്നത്. യേശു തികച്ചും ആത്മീകമായ ബന്ധത്തിനാണ് വില നൽകുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും.
ഒരുപക്ഷെ എല്ലാവരെക്കാളും അധികം അവളായിരിക്കാം യേശുവിനെ സ്നേഹിച്ചത്. അതൊക്കെ അളക്കാനായിട്ട് യേശുവിന് സാധിക്കും. നമ്മുടെ കർത്താവ് സമൂഹത്തിലെ ഉന്നതരെയോ ബന്ധത്തിൽപ്പെട്ട ആളുകളെയോ അല്ല ഏറെ സ്നേഹിക്കുന്നത്, മറിച്ച് ഏറ്റവും അധപ്പതിച്ച് ആർക്കും വേണ്ടാതിരുന്ന വെറുക്കപ്പെട്ടവരായ, നിന്ദിക്കപ്പെട്ടവരായ ആളുകൾ തന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരെയാണ് യേശു ഏറ്റവും വാത്സല്യത്തോടെ, ഏറ്റവും സ്നേഹത്തോടെ കരുതുന്നത് എന്നുള്ളത് ഒരിക്കലും നാം മറക്കാൻ പാടില്ല. അതാണ് ഈ ക്രൈസ്തവ ഗോളത്തിൻ്റെ ഇതുവരെയുള്ള വിജയത്തിൻ്റെ ഒരു കാര്യം. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച മുഴുവൻ ആളുകളും സമൃദ്ധിയിൽ കഴിയുന്നുവെന്ന് വിചാരിക്കരുത്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും, സുഡാനിലും, എത്യോപ്യയിലും, സൊമാലിയയിലും, അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അർത്ഥപട്ടിണിക്കാരും മുഴുപട്ടിണിക്കാരും ഉണ്ട്. എന്നാലും അവര് പാട്ടും പ്രാർത്ഥനയും നടത്തുന്നു, യേശുവിനെ സ്നേഹിക്കുന്നു, ബൈബിൾ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ഏറ്റവും അധപ്പതിച്ച ആളുകളെ സ്നേഹിക്കുന്നവനാണ്, അവരെ കരുതുന്നവനാണ് എന്നുള്ളത് ആളുകൾക്കറിയാം. ഭൗതികമായ നന്മ ഉദ്ദേശിച്ചല്ല ആളുകൾ യേശുവിൻ്റെ അടുക്കൽ വരുന്നത്, ബൈബിൾ വായിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. സ്വർഗം കിട്ടാനാണ്. ഉയർത്തെഴുന്നേറ്റ് യേശുവിന് അത് നൽകാനായിട്ട് സാധിക്കും. യേശു ഉയർക്കുകയും സ്വർഗാരോഹണം ചെയ്തത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ വിശ്വസിക്കുന്ന ആളുകൾ ഉയർപ്പിക്കുകയും അവർക്ക് സ്വർഗാരോഹണം നൽകുകയും ചെയ്യും. തന്നോടൊപ്പം ഇരുത്താൻ ഒരിക്കൽ കർത്താവ് അവരെ അനുവദിക്കും. യേശുവിനെ സ്നേഹിക്കുവാൻ, അവന് വേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.